നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹുലിയൻ ആൽവാരസ് ആ ബോൾ 2 തവണ ടച്ച് ചെയ്തോ ഇല്ലയോ, ഇപ്പോൾ അതാണ് പലർക്കും വലിയ തർക്കം. ഏതായാലും വാറൊക്കെ ചെക്ക് ചെയ്ത് ലേറ്റസ്റ്റ് ടെക്നോളജീസൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അത് കൺഫേം ചെയ്തത്. അല്ലാതെ റഫറി നേരിട്ട് അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞതല്ല. ഡിയേഗോ സിമിയോണി പറയുന്നുണ്ട്, ഇതിന് മുമ്പ് ഞാൻ ഷൂട്ട് ഔട്ടിൽ വാർ വയ്ക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. സംഗതി എന്തായാലും 2 ടച്ച് ഉണ്ടെങ്കിൽ അത് ഗോളല്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അത് ഗോളുമാണ്. ഇതാണല്ലോ സംഭവം. 2 ടച്ച് ഉണ്ടോ ഇല്ലയോ, അത് ടെക്നോളജി വെച്ച് നോക്കി ടച്ചുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. എന്നാൽ ഇത് അടിച്ച ആൾക്കൊന്ന് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. അതായത് ഹുലിയൻ ആൽവാരസ് അദ്ദേഹം 2 ടച്ച് ഇല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 2 ടച്ച് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്താ സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ പലരും പലതും പറയുന്നത്, നമ്മൾ നോക്കണ്ട. എന്താണ് അർജൻറ്റീനക്കാർക്ക് പറയാനുള്ളത്? അദ്ദേഹം അർജൻറ്റീൻ താരമാണല്ലോ. അർജൻറ്റീനയിലെ ക്രെഡിബിൾ ആയിട്ടുള്ള മാധ്യമമാണല്ലോ TYC സ്പോർട്സ്. അപ്പോൾ അവർ ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ നോക്കിയാണ്. ബോള് അദ്ദേഹം കിക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിച്ചത്, ഹുലിയൻ ആൽവാരസ് സ്റ്റിപ്പായി പോയി. അദ്ദേഹത്തിൻ്റെ ഒരു കാലുകൊണ്ട് അദ്ദേഹം ഷോട്ട് അടിച്ചു എങ്കിൽ പോലും ഡബിൾ ടച്ച് ഉണ്ടായിക്കൊണ്ടാണ്, മറ്റേ കാലിലും കൊണ്ടുകൊണ്ടാണ് ബോൾ വലയിലേക്ക് പോയിട്ടുള്ളത്. ബോൾ വലയിലേക്ക് കയറി അദ്ദേഹം തിരികെ തൻ്റെ ടീംമേറ്റ്സിനോടൊപ്പം ജോയിൻ ചെയ്ത സമയത്ത് അദ്ദേഹത്തോട് മറ്റു താരങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. ആ വീഡിയോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് TYC സ്പോർട്സ് വിശദീകരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഹുലിയൻ കൃത്യമായിട്ട് കാണിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജസ്റ്റേഴ്സിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട്, തനിക്ക് ഇത് കൃത്യമായ ധാരണയില്ല, എന്താണ് സംഭവിച്ചത് എന്നറിയില്ല, ടച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് ചോദിക്കുന്നു, 2 തവണ ടച്ച് ചെയ്തോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല, മെയ്ബി എന്നാണ്. ഇതാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഇനി എല്ലാത്തവർക്കും എന്തും പ്രചരിപ്പിക്കാം. അപ്പോൾ അർജൻറ്റീൻ മാധ്യമം തന്നെ പറയുന്നു, ഹുലിയൻ ആൽവാരസിന് ടച്ചില്ല എന്ന് ഉറപ്പൊന്നുമില്ല, അദ്ദേഹം ടച്ചില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അതായത് സിമിയോണിയോട് കൺഫേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. സിമിയോണി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് സിമിയോണി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല എന്നാണ് ഈ വിഷയത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല, മെയ്ബി എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ അടുപ്പക്കാരോട് കാര്യം പറഞ്ഞു, അത് ഡബിൾ ടച്ചുള്ളതായിട്ട് തനിക്ക് ഫീൽ ചെയ്തില്ല എന്ന് ഹുലിയൻ ആൽവാരസ് പറഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടൊക്കെ ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് എബൌട്ട് ടച്ചിങ് ദി ബോൾ വിത്ത് ബോത്ത് ഫീറ്റ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് പെഡ്രോ ഫുല്ലാന, അദ്ദേഹം കദേന സെറിൻ്റെ റിപ്പോർട്ടറാണ്, അത്ലറ്റിക്കോ മാഡ്രിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ടച്ച് ഉണ്ടോ എന്ന് തനിക്ക് വ്യക്തതയില്ല എന്ന് ഹുലിയൻ ആൽവാരസ് പറഞ്ഞതായിട്ടാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.